ബഹുമാനപ്പെട്ട ശൈഖുനായെ പറ്റിയും ഒന്നോ രണ്ടോ വാക്കുകൾ പറയാതെ പോകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിനത് താല്പര്യമില്ലെങ്കിൽ പോലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. കാരണം നമ്മൾ ഈ നിലയിൽ എത്തപ്പെടുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് ജാമിയ മന്നാനിയിൽ 2 വർഷക്കാലമാണ് ഉസ്താദിനോടൊപ്പം ഉസ്താദിന്റെ മുന്നിൽ ഇരുന്ന് പഠിക്കാൻ ഭാഗ്യം ലഭിച്ചത്. ആ ഉസ്താദിന്റെ ഗുരുമുഖത്ത് നിന്ന് അറിവുകൾ ശേഖരിക്കുമ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ക്ലാസ്മേറ്റ്സ് ധാരാളം ഈ സദസ്സിലുണ്ട്. നമുക്കുണ്ടാകുന്ന നിർവൃതിയും നമുക്കുണ്ടാകുന്ന അനുഭൂതിയും മറക്കാൻ കഴിയാത്ത ഒരു കാര്യം പോലും നമ്മളോ മറക്കില്ല. ആ ഒരു നിലയിൽ നമ്മുടെ ഹൃദയത്തിൽ ശിലയിൽ കൊത്തിവെച്ചതുപോലെ ഹൃദയത്തിൽ എഴുതി വെക്കപ്പെട്ട നസീഹത്തുകളും അനുഭവങ്ങളും തമാശകളും മർമ്മങ്ങളും അത് ജീവിതത്തിൽ എക്കാലവും നമ്മൾ ഓർക്കുകയും പരസ്പരം പങ്കുവെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ദീർഘായുസ്സിനു വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഉസ്താദിന് സുഖമില്ല എന്നുള്ള വാർത്ത അറിയുമ്പോൾ മിമ്പറിൽ ഇരുന്നു കൊണ്ടുള്ള പ്രാർത്ഥന, 2 ഖുതുബയുടെ ഇടയിലുള്ള പ്രാർത്ഥനയും ആ ജുമുഅ നമസ്കാരത്തിനു ശേഷമുള്ള പ്രാർത്ഥനയും തള്ളപ്പെടില്ല എന്ന് നമ്മൾ പഠിച്ചവരും പഠിപ്പിക്കുന്നവരുമാണ്. കൃത്യമായി ഉസ്താദ് അവറുകളെ ഓർക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. അതിൽ നമുക്ക് ബറക്കത്തുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇതിലിരിക്കുന്ന തന്നെ ഒരു പ്രഗത്ഭനായ ഉസ്താദ് ഒരിക്കൽ എന്നോട് പറഞ്ഞത്, വടക്കും തെക്കുമായി ആയിരക്കണക്കിന് പ്രഗത്ഭരായ സാത്വികരായ വിശുദ്ധരായ ഉലമാക്കളുണ്ട്, വലിയ വലിയ മഹാന്മാരുണ്ട്, വലിയ വലിയ സൂഫികളുണ്ട്. ഇന്നും നമ്മൾ അവരോടൊപ്പം നമ്മൾ പ്രസംഗിക്കുമ്പോൾ അതിന് മുമ്പോ ശേഷമോ അവരുടെ ദുആയും സാന്നിധ്യവും നമുക്ക് ഏറെ ബറക്കത്തുള്ളതാണ്. പക്ഷേ നമ്മുടെ ശൈഖുനയെ പോലെ ഒരാളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ആ ഉസ്താദുമാരുടെ പദവിയുടെയോ അവരുടെ മഹത്വത്തിന്റെയോ കുറവല്ല, നമ്മുടെ ശൈഖുനയുടെ മഹത്വത്തിന്റെ കൂടുതലാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം എന്ന സൂറത്തുർ റഅദിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പിതാവ്, നമ്മുടെ ഇൽമിന്റെ, നമ്മുടെ അദബിന്റെ, നമ്മുടെ ഈ പ്രസിദ്ധിയുടെ നമ്മുടെ പിതാവ്, നമ്മുടെയൊക്കെ വാപ്പ, എന്റെ വാപ്പ ഒരു നാടനാണ്. 15 വർഷക്കാലം എനിക്ക് ആഹാരം തന്നു. പിന്നീട് എന്റെ വാപ്പ, ഞാൻ ദർസിന്റെ ആ പഠനം കഴിഞ്ഞ് ഞാൻ പ്രബോധനത്തിന്റെ മാർഗത്തിൽ ഇറങ്ങുമ്പോഴേക്ക് മരണപ്പെട്ടു. പക്ഷേ നമ്മൾ ഈ നിലയിൽ അറിയപ്പെടുന്നത് 15 വയസ്സിന് മുമ്പ് നമ്മളൊന്നുമല്ല. പക്ഷെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് മന്നാനി എന്നുള്ള ബിരുദം, അല്ലെങ്കിൽ ഒരു ഫൈസി എന്നുള്ള ബിരുദം, അല്ലെങ്കിൽ ഒരു മഅദനി എന്നുള്ള ബിരുദം, അല്ലെങ്കിൽ ഒരു അമാനി എന്നുള്ള ബിരുദം, അത് നമുക്ക് കിട്ടുമ്പോൾ ആ ഒരു പേരിലാണ് നമ്മൾ അറിയപ്പെട്ടത്, മഷ്ഹൂറായത്. ആ പേരിൽ അറിയപ്പെടുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ്, നമ്മുടെ ശൈഖുന, ആ മഹാനുഭാവനോട് നമുക്ക് നീതിയുണ്ട്. കാരണം ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ രോമാഞ്ചമാണ്, നമ്മുടെ ഹൃദയത്തിന് കുളിര് വരികയാണ്. അത് ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, അങ്ങനെ ഇരുത്തിക്കൊണ്ട് പറയുന്നത് ഇഷ്ടപ്പെടുകയുമില്ല. ഈ ബഹുമാനപ്പെട്ട ഉസ്താദിനെ പോലുള്ള നമ്മുടെ മശായിഖുമാരെ ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മുടെ ഉസ്താദുമാരാണ് നമ്മളെ പഠിപ്പിച്ചത്. ഹമ്മാദ് റളിയല്ലാഹു തആല അൻഹു ആണ് അബൂ ഹനീഫത്തുൽ കൂഫി നുഅ്മാനി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥൻ. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഉസ്താദ് ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിന്റെയും എന്റെയും വീടിനിടയിൽ 7 വഴികളുണ്ട്, 7 റോഡുകളുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും എന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഹമ്മാദ് തങ്ങളുടെ വീട്ടിന് നേരെ കാല് നീട്ടിയിട്ടില്ല. 7 വഴികൾ, 7 റോഡുകൾ ഇരു വീടുകളെയും വേർതിരിക്കുന്നുണ്ട് എങ്കിൽ പോലും കാല് നീട്ടാത്ത അത്രയും മഹത്വം തന്റെ ഗുരുനാഥനോട് പഠിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനയോട് എങ്ങനെയാകണമെന്നത് ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉസ്താദിന് തന്നെ ശിഷ്യനായ ഒരു പ്രഗത്ഭനായ സ്വലാത്ത് മജ്ലിസ് നടത്തുന്ന ഒരു പണ്ഡിതന്റെ ഒരു സ്വലാത്ത് മജ്ലിസിൽ എന്റെ അഭിമന്യനായ ഗുരുനാഥൻ ശൈഖുൽ ഹദീസ് കൊളപ്പുറം ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മഹാനുഭാവന്റെ പേരിന്റെ താഴെയായി പോയി നമ്മുടെ ശൈഖുനയുടെ പേര് നോട്ടീസിൽ. ആ സമയത്ത് ശൈഖുൽ ഹദീസ് കൊളപ്പുറം ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ സ്വരസിദ്ധമായ ശൈലിയിൽ അവിടത്തെ സംഘാടകരെ നിശിതമായി വിമർശിച്ചു. കാരണം എന്റെ പേരിന് താഴെയാണോ ശൈഖുനയുടെ പേര് നിങ്ങൾ ചേർത്തത്?
ആരാ ഷെയ്ഖുന എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് അവിടെ പറയേണ്ട വിഷയം മാറ്റിവെച്ചിട്ട് ഷെയ്ഖുനായെ പറ്റിയാണ് അവിടെ പ്രസംഗിച്ചത്. നമ്മുടെ ഗുരുനാഥന്മാര്, നമ്മുടെ ഉസ്താദുമാർ എങ്ങനെയാണ് ആദരിക്കേണ്ടത് നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു പേടിയുണ്ട്, ഭയമുണ്ട്. ഞാൻ ഒരവസരത്തിൽ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞതുപോലെ ശരീഅത്തിന്റെ നിയമമല്ലെങ്കിൽ പോലും ഒളുവെടുക്കാതെ തൊട്ടൂടാ എന്ന് സ്വന്തമായ ഒരു ശരീഅത്ത് അല്ലെങ്കിൽ സ്വന്തമായ ഒരു ചിന്ത കൊണ്ട് നടക്കുന്നവരാണ്. അത്രയും ആദരിക്കപ്പെടുന്ന നമ്മുടെ ഉസ്താദിന്റെ തണലിൽ അല്ലാഹു തആല നമുക്ക് ദീർഘനാൾ പ്രബോധനം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഫാത്തായതിനു ശേഷം കരയലല്ല, ജീവിച്ചിരിക്കുമ്പോൾ ചിരിപ്പിക്കലാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉസ്താദിനെ പൊന്നുപോലെ നമുക്ക് കൊണ്ടുപോകണം. ഒരാൾക്ക് നമുക്ക് കൊത്തിവലിക്കാൻ ഇട്ടുകൊടുക്കാൻ പാടില്ല. അവിടുത്തെ വ്യക്തിപ്രഭാവത്തിന് ഒരു സ്റ്റേജിലും പേജിലും വിമർശിക്കാൻ നമ്മൾ ഇടം കൊടുക്കാൻ പാടില്ല. അങ്ങനെ വിമർശിക്കുന്നവരുടെ മുന്നിൽ നമ്മുടെ ശൈഖുന ആരെന്ന് നമ്മൾ രാപ്രസംഗത്തിലും പേജിലും സ്റ്റേജിലുമായി കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അള്ളാഹു നമ്മുടെ ശൈഖുനായ അള്ളാഹു അവന്റെ പ്രത്യേകമായ സംരക്ഷണ വലയത്തിലാക്കി അള്ളാഹു ദീർഘനാള് നമുക്ക് തർബിയത്തും തസ്കിയത്തും നൽകാൻ അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ചേലക്കുളം ഉസ്താദ് വഫാത്തായി. നമുക്കറിയാം തസ്കിയത്തും നമ്മുടെ തഅസിയത്തും തദ്കിറത്തുമുണ്ട്, സ്മരണയുണ്ട്, അനുസ്മരണമുണ്ട്, അതുപോലെ അനുശോചനവുമുണ്ട്. അനുശോചനങ്ങൾക്ക് ദിവസ പരിമിതി ഉണ്ടെങ്കിൽ ഈ തദ്കിറത്ത് അല്ലെങ്കിൽ അനുസ്മരണത്തിന് സമയ, സ്ഥല, സൗകര്യ, ദിവസ, മാസ പരിധികളില്ല. അതൊക്കെ ഭേദിച്ചു മുന്നോട്ട് പോയി. ഇന്നും അസ്ര നമസ്കാരത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്മരണ. ഇബ്രാഹിം നബിയെ നമസ്കാരത്തിൽ നമ്മൾ അനുസ്മരിച്ചു. നമ്മൾ മരണപ്പെട്ടു പോകുന്നവരുടെ മയ്യത്ത് കൊണ്ടുവച്ച് മയ്യത്ത് നമസ്കാരത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നു ഇബ്രാഹിം നബിയെ. എന്തുകൊണ്ട്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചു എങ്ങനെയാണ് അനുസ്മരണമെന്ന്. റബ്ബി ഹബിലി ഹുക്മൻ, അല്ലാഹുവേ നീ എനിക്ക് ഹിക്മത്ത് നൽകണം. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ നീ സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കണം. വജഅലി ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ, അവസാന നാളിൽ എന്നെ സ്മരിക്കുന്ന ഒരു തലമുറ ഉണ്ടാക്കണം. വജഅലി മിൻ വറസത്തി ജന്നത്തിൻ നഈം, എനിക്ക് സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽ പെടാൻ കഴിയണം. ഈ മൂന്ന് ദുആ നിസ്സാരമാണെന്ന് കരുതരുത്. ഞാൻ പറയുന്നത് ഇത് വീക്ഷിക്കുന്ന, മീഡിയയിലൂടെ വീക്ഷിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ പറയുന്നു. റബ്ബി ഹബിലി ഹുക്മ, ഇൽമുള്ളവൻ സ്മരിക്കപ്പെടും. അനുസ്മരണം വെക്കുന്നത് ഇൽമുള്ളവനെ പറ്റിയാണ്. ബോധമുള്ളവർ മരണപ്പെടുമ്പോഴാണ് അനുസ്മരണം വെക്കുന്നത്. അതുപോലെ വൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹായ ഒരു മനുഷ്യനാണെങ്കിലും അനുസ്മരണം വെക്കാറുണ്ട്. ഒന്നുകിൽ മാനദണ്ഡം ഇൽമാണ്, വിവരമാണ്, അല്ലെങ്കിൽ അവന് സാലിഹായ നിലയിൽ ജീവിക്കലാണ്. ഈ രണ്ട് മാനദണ്ഡങ്ങൾ, നിബന്ധനകൾ, ഷർത്തുകൾ ഏതൊരു മനുഷ്യനിലാണോ ഉണ്ടാവുക അവൻ സ്മരിക്കപ്പെടുന്നു. എങ്ങനെയാ സ്മരിക്കപ്പെടുക? വജഅലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, അവസാന നാൾ വരെ സ്മരിക്കപ്പെടും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചേലക്കുളം ഉസ്താദിന്റെ 5ാമത്തെ ശിഷ്യനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എന്റെ ഉസ്താദ് അഭിമന്യനായ ഷാഫി മന്നാനി ഉസ്താദാണ്. എന്റെ ഉസ്താദിന്റെ ഉസ്താദാണ് ഷെയ്ഖുന ഉസ്താദ്. എന്റെ ഉസ്താദ് മാത്രമല്ല, ആ ഷാഫി മന്നാനി ഉസ്താദിന്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട കെ.എം. അബ്ദുൽ കരീം ഉസ്താദ് നവ്വറല്ലാഹു മർഖദ. മഹാനുഭാവന്റെ ഉസ്താദാണ് മഹാനായ ഷെയ്ഖുന ഈസാ ഉസ്താദ്. അവിടുത്തെ ഉസ്താദാണ് ചേലക്കുളം ഉസ്താദ്. ഞാൻ 5ാമത്തെ പരമ്പരയാണെന്ന് പറയുമ്പോൾ എന്തിനാണ് വജഅലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, ലോകം അവസാനിക്കുന്നത് വരെ അല്ലെങ്കിൽ അവസാന നാളിൽ ഞാൻ സ്മരിക്കപ്പെടണമെന്ന് പറഞ്ഞ ഇബ്രാഹിം നബിയുടെ സ്മരണ പോലെ, അല്ലെങ്കിൽ അവിടുത്തെ വാക്ക് പ്രാർത്ഥന പോലെ, ഇവിടെ ഒരു അനുസ്മരണം എന്ന് പറയുന്നത് നമ്മളാൽ ജനങ്ങളുടെ ദഅവത്ത് ചെയ്ത് നമ്മൾ ദീനി പ്രബോധനം നടത്തുമ്പോൾ നമ്മൾ തന്നെയാണ് സ്മരിക്കപ്പെടുക. നമ്മളാണ് സ്മരണ, നമ്മൾ തന്നെയാണ് നമ്മുടെ മശായിഖുമാരുടെ സ്മരണ എന്ന് പറയുന്നത്. ലോകം മുഴുവനും നമ്മളിപ്പോ എവിടെയെങ്കിലും ഹദീസ് പഠിപ്പിച്ചെങ്കിലും ഒരാൾ അമല് ചെയ്താൽ ആ അമല് ചെയ്യുന്ന ആളിന് അവർക്ക് കിട്ടുന്ന പ്രതിഫലം നമുക്ക് കിട്ടും. നമ്മുടെ ഒരു പങ്ക് ശൈഖുനാക്ക് പോകൂലേ? അതേപോലെ നമ്മുടെ ഭാഗത്ത് നിന്ന് ശരീഅത്തിന് വിരുദ്ധമായ എന്തുണ്ടെങ്കിലും അതിന്റെ നാണക്കേട് നമ്മുടെ ശൈഖുനാക്ക് കൂടിയാണ്. അല്ലാഹു അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് വജഅലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, ലോകം അവസാനിക്കുന്ന അല്ലെങ്കിൽ അവസാന നാളിൽ സ്മരിക്കപ്പെടുന്ന ഒരു തലമുറ, അത് നമ്മുടെ ബഹുമാനപ്പെട്ട മശായിഖുമാർക്ക് അല്ലാഹു നൽകിയ വലിയ ആദരവാണ്, വലിയൊരു തൗഫീഖാണ്. സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശൈഖുന ദീർഘായുസ്സോടെ, ആഫിയത്തോടെ, ആരോഗ്യത്തോടെ ഇനിയും പതിറ്റാണ്ടുകളോളം നമ്മൾക്ക് തർബിയത്തും തഅലീമും തദ്രീസുമായി കഴിഞ്ഞ് നമുക്ക് തസ്കിയത്ത് നൽകി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും നല്ല ദാഇയായി മാറ്റട്ടെ എന്ന് ദുആ രക്കുമ്പോഴും നമ്മളൊക്കെ ഉസ്താദിന്റെ
ആ പ്രത്യക്ഷമായ അല്ലെങ്കിൽ പ്രകടമായ ഒരു സ്മരണ തന്നെയാണ്. നമ്മൾ എവിടെ പ്രസംഗിച്ചാലും അതിന്റെ ഒരു വിഹിതം നമ്മുടെ ഉസ്താദ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അള്ളാഹു അത് മുറിയാതെ അനുസ്യൂത പ്രവാഹമായി ശൈഖുനാക്ക് അല്ലാഹു തആല ജീവിതത്തിന് ശേഷമുള്ള മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഒരു കാര്യം കൂടി പറയുന്നു, അങ്ങനെ ഹിക്മത്തും അല്ലെങ്കിൽ വിവരവും അല്ലെങ്കിൽ സാലിഹായ അമലുകളും കൊണ്ട് ഒരു മനുഷ്യൻ ധന്യനാകുമ്പോഴാണ് അവൻ സ്മരിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മനുഷ്യൻ സ്വർഗാവകാശിയാകണമെങ്കിൽ അവൻ ഇന്ന സംഘടനയെ തന്നെ ചേരണമെന്നൊന്നുമില്ല. അവൻ ജനങ്ങളാൽ അംഗീകരിക്കപ്പെടുന്നവനായാൽ, ജനങ്ങളാൽ സ്വാധീനമുള്ളവനായാൽ, ഒരു കാര്യം പറഞ്ഞാൽ അത് ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് മതിയല്ലോ. അല്ലാഹു തആല സ്വർഗാവകാശിയാക്കണം എന്ന് ഇബ്രാഹിം നബി ദുആ ചെയ്തത് അതിന്റെ പേരിലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ രക്കാൻ അല്ലാഹുവിനോട് ചോദിച്ച ദുആ ചെയ്ത് ആ സ്വർഗാവകാശിയാക്കണം എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞത് എന്നെ പറ്റി നല്ലത് പറയണമെന്നാണ്. അതാണല്ലോ, ജനങ്ങൾ ഒരാളെ പറ്റി മരണശേഷം നല്ലത് പറഞ്ഞാൽ അയാൾക്ക് സ്വർഗം ഉറപ്പാണ്. ചേലക്കുള ഉസ്താദിനെ സംബന്ധിച്ച് ജനങ്ങളും മനുഷ്യരും ഒക്കെ ഇതുവരെ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. മനുഷ്യരല്ലാത്തവർക്ക് സംസാരശേഷി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ വിഷയം പറയേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉസ്താദും നമ്മുടെ മശായിഖുമാരും നമുക്ക് എന്നും തണലാണ്, എക്കാലവും നമ്മുടെ കുളിരാണ്, നമുക്കുള്ള സ്വകാര്യ അഭിമാനവും അഹങ്കാരവുമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ സന്താനങ്ങളെക്കാൾ, നമ്മുടെ ഭാര്യ മക്കളെക്കാൾ, നമ്മുടെ കൂട്ടുകുടുംബാദികളെക്കാൾ നമുക്ക് എന്നും എപ്പോഴും നമുക്ക് വില കൽപ്പിക്കണം നമ്മുടെ ഉസ്താദുമാരെ തന്നെയാണ്. ഏതൊരു ശിഷ്യന്മാരുടെ ഒരു സൗഭാഗ്യത്തിന്റെ മുന്നിലും ഉസ്താദ് ഒരിക്കൽ പോലും വിലങ്ങുതടിയായിട്ടില്ല. ഞാൻ വളരെ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട് മത്സ്യക്കച്ചവടം ചെയ്ത് എന്റെ മാതാവ് എന്നെ വളർത്തി. എന്റെ പിതാവ് അതിലേറെ ഇരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, എന്റെ ജ്യേഷ്ഠന് ഹാഫിൽ ഉണ്ടായിരുന്നു, മരണപ്പെട്ടു. അപ്പൊ അവരെ അറിയുന്ന ഒരുപാട്, എന്റെ ജ്യേഷ്ഠനോടൊപ്പം പഠിച്ച ഒരുപാട് ആലിമീങ്ങൾ അമാനിമാർ നമ്മുടെ സദസ്സിലുണ്ട്. എന്റെ ഉമ്മയുടെ സഹോദരന്റെ മകനാണ് ബഹുമാനപ്പെട്ട ഷാജഹാൻ ദാരിമി, അവർക്കൊക്കെ നന്നായിട്ടറിയാം. വളരെ കഷ്ടപ്പെട്ട് കുടുംബത്തിലായി ജനിച്ച് മന്നാനിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഒരു ഷീറ്റിട്ട ഇടിഞ്ഞ് പൊളിഞ്ഞ് വീടാറായ ഒരു വീട്ടിലാണ് കിടന്നത്. പക്ഷെ അതിനുശേഷം അള്ളാന്റെ തൗഫീക്ക് കൊണ്ട് എനിക്ക് അള്ളാഹു തന്ന നിഅമത്ത് ഞാൻ പ്രസംഗത്തിന് പോകുന്നത് ആദ്യം, അതും കൂടെ ഈ സദസ്സിൽ പറയുമ്പോ എന്റെ ശൈഖുനാക്ക് അതിലേറെ സന്തോഷമാകും. ആദ്യമായി ഞാൻ വഅദിന് പോകുന്നത്, ഞാൻ പള്ളിക്കൽ മടവൂര് ഭാഗത്തിരിക്കുമ്പോ വഅദ് പറയണമെന്നല്ലാത്തൊരു ആഗ്രഹം. പക്ഷെ വേദികളില്ല, ആരും വിളിക്കുന്നുമില്ല. പക്ഷേ എങ്ങനെയെങ്കിലും ഒരു വഅദ് കിട്ടണമല്ലോ, അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ നിലമേൽ വേട്ടക്കാട്ടുകോണം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വഅദ് നടക്കുന്ന 2 ദിവസത്തെ വഅദ്, കാരാളി ഉസ്താദിന്റെ വഅദ്. ഞാൻ 2-ാം ദിവസം രാവിലെ വിളിച്ചിട്ട്, ഒരു ഉസ്താദെ ഇന്ന് ഞാൻ പൊക്കോട്ടോ നിങ്ങൾക്ക് പകരം, അങ്ങോട്ട് ചോദിച്ചു ഞാൻ വഅദിന് പൊക്കോട്ടോ, ഞാൻ വളരെ ക്ഷീണിതനാ, മുമ്പ് പൊക്കോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായി ഒരു പ്രസംഗത്തിന് വേണ്ടി സ്റ്റേജിൽ കയറി. ഒരു 200 പേജിന്റെ ബുക്ക് നിറയുണ്ടായിരുന്നു പ്രസംഗത്തിൽ പറയേണ്ടത് മുഴുവനും. അന്ന് വഅദ് കേൾക്കാൻ കുറച്ച് ആലിമീങ്ങൾ കൂട്ടത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നു. കാരണം അന്നാണ് തട്ടത്തുമലയിലെ ബഹുമാനപ്പെട്ട ഖാദിമുൽ ഐതാം ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദിന്റെ വഫാത്ത്. അങ്ങനെ മരണത്തിന് പോയ കുറെ ആളുകൾ അവിടെ നിന്ന് വഅദ് കേട്ടു. അങ്ങനെ കൊച്ചു വഅദുകൾ കിട്ടി തുടങ്ങി. അപ്പോൾ ഞാൻ വഅദ് പറയാൻ കാരണക്കാരനും ഒരു കാരാളി നാസറുദ്ദീൻ മന്നാനി ആണെങ്കിൽ, ആ നാസറുദ്ദീൻ മന്നാനിക്ക് ജന്മം നൽകിയത് നമ്മുടെ ഉപ്പയാണ്, നമ്മുടെ പിതാവാണ്. അതുകൊണ്ട് നമുക്ക് ഈ നിലയിൽ എത്തിച്ചേരുന്നതിന് ഒക്കെ കാരണക്കാരനായ നമ്മുടെ ശൈഖുന നമ്മുടെ തണലാണ്. ഞാൻ പറഞ്ഞത്, പിന്നീട് കിട്ടിയ പൈസ കൊണ്ടുണ്ടാക്കിയ ഒരു വീട് വെച്ചു. അന്ന് ജാമിയ മന്നാനിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം വീട് വെച്ചു. ആ വീട് വെക്കുമ്പോൾ ഉസ്താദ് ഇത്തിരി വലിയ വീടാ. അങ്ങനെ വീട് വെച്ചപ്പോ ഉസ്താദിനെ പാലുകാച്ചിന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ സന്തോഷമായി, അൽഹംദുലില്ലാഹ്, ഇത്ര വലിയ വീടൊക്കെ വേണം എന്ന് പറഞ്ഞ് ഒരിക്കലും ഈ വെച്ചതങ്ങ് വലുതായി പോയെന്ന് പറയാതെ, ശിഷ്യന്മാരുടെ ഒരു സൗഭാഗ്യത്തിന്റെ മുമ്പിലും വിലങ്ങുതടിയാകാതെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ ഗുരുനാഥന്മാർ. ഇപ്പൊ നമുക്കതിന്റെ വിലയറിയില്ല. അള്ളാഹു നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുത്താതിരിക്കട്ടെ. ഖേദിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ഒന്നും അള്ളാഹു തആല നമുക്ക് ഒരു 2 പതിറ്റാണ്ട് കാലത്തേക്ക് അള്ളാഹു കേൾപ്പിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടും ദുആ ചെയ്തുകൊണ്ടും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ശൈഖുനാ ചേലക്കുളം ഉസ്താദ് വഫാത്തായി. സമയ പരിമിതി കൊണ്ടാണ് 2 ശൈഖുനമാരെയും ഒരുമിച്ച് പിന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ശൈഖുനാ ചേലക്കുളം ഉസ്താദ് ഇവിടെ നിന്ന് പോയി. എന്തായിരുന്നാലും ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, മരിച്ചവരെയൊക്കെ ജീവിപ്പിക്കും. വനക്തുബു മാ ഖദ്ദമു, ജീവിതത്തിൽ അവരുടെ തടിക്ക് വേണ്ടിയിട്ട് ചെയ്ത സുകൃതങ്ങൾ, അവർ ചെയ്ത എല്ലാ അമലുകളും അവർക്ക് എഴുതപ്പെടും. മാത്രമല്ല വാസാറഹും, അവരുടെ കാൽപ്പാടുകൾ, അവരുടെ ബാക്കി പത്രങ്ങളും എഴുതപ്പെടുമെന്ന് പറയുമ്പോ
ബഹുമാനപ്പെട്ട ചേലക്കുളം ഉസ്താദ് 86 വയസ്സ് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ 1032 മാസങ്ങളാൽ, കൃത്യമായി പറഞ്ഞാൽ 4490 ആഴ്ചകൾ ജീവിച്ചിരുന്നു. 31430 ദിവസം മഹാനവറുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം കൊളുത്തിവെച്ച ആ പരിശുദ്ധമായ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട ശൈഖുന, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നമ്മളെ ഈ നിലയിലാക്കിയതിന് എല്ലാ അർത്ഥത്തിലും കൃതജ്ഞതയും അതിലേറെ നന്ദിയും, അതിലേറെ ഒരക്ഷരം എന്നെ പഠിപ്പിച്ചവന്റെ അടിമയാണ്, ഞങ്ങളൊക്കെ അടിമയാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് ഉസ്താദിന്റെ ഗുരുത്വം അല്ലാഹു നമുക്ക് ലഭിക്കട്ടെ എന്ന് ദുആ ഞാൻ എന്റെ അനുസ്മരണ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.